എടി, ഇതാ ഞാൻ പറഞ്ഞ എന്താണ് പുതുതായിട്ട് വന്നെന്ന്. ഇപ്പൊ അങ്ങോട്ട് കയറി പോയതാടി. എടി, അവളിത് നമുക്ക് പരിചയപ്പെടാം. ഹലോ. മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം ചാടയാണെന്ന് തോന്നുന്നു. പേര് ചോദിച്ചു നോക്കാം. അതെ, എന്റെ പേര് ഇത്. എന്റെ പേര് ഋതിക. അതിന് ഞാൻ പേര് ചോദിച്ചില്ലല്ലോ. അതല്ല, കുട്ടിയല്ലേ, അപ്പൊ നമ്മളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. എന്റെ പേരെന്താ? ശ്രേയ. നമുക്കൊന്നുകൂടെ ഒന്നാളെ വിളിച്ചു നോക്കിയാലോ? ചോറ് വയ്ക്കാൻ വരുമെന്ന് ചോദിച്ചു നോക്കാം. വന്നില്ലെങ്കിൽ ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യണ്ട. ശരിയായിട്ട് നമുക്ക് ഒരു വട്ടം കൂടെ വിളിച്ചു നോക്കാം. ഫസ്റ്റ് വന്നല്ലേ, എന്റെ ജാടയ്ക്ക് ഇത്തിരി കാണും. ഒന്നുകൂടെ വിളിക്കാം. എങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. കണ്ടാടി, ഇയാളെ ജാടയ്ക്ക് ഒരു കുറവുമില്ല. എല്ലാരും പോലും നാണം കെട്ടി. ഇനി ഞാൻ പെണ്ണത് മിണ്ടാൻ പറ്റില്ല. എന്നാൽ ഒറ്റയ്ക്ക് ഒന്ന് കഴിച്ചാൽ മതി. എല്ലാം അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. നമ്മൾ കൂട്ടാണാൻ പോകുന്നല്ലേ അവളെ കുഴപ്പം. പുതിയതായിട്ട് വന്നല്ലേ, ഒറ്റപ്പെട്ട് പോണ്ടാന്ന് വിചാരിച്ചാൽ കുഴപ്പമാണ് ഇതൊക്കെ. ഇപ്പൊ പോവും. എല്ലാരും പോയതിനു ശേഷം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനും ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനും. ക്ലാസ്സിൽ ആരെടുത്തും അങ്ങനെ നടക്കട്ടെ. എടി റിതു, നിന്റെ അമ്മയെ തിന്നുണ്ടാക്കിയത് 4 ഉണ്ടാക്കി തരാൻ പറയണേ. ഓടെ പറയാതെ നോക്കടി വെച്ചോണ്ട് പോകണം. എടി, അവള് മീനടി. എടി, അവളെ പാത്രത്തിൽ ഒന്നും ഇല്ലല്ലോ. അമ്മ പാത്രം മാറി വെച്ചെന്ന് തോന്നുന്നു. പാവോടി. കഴിക്ക്. എന്താ ഇത്? കണ്ടിട്ടെന്താ തോന്നുന്നേ? ചോറ് കഴിക്ക്. എന്റെ ചോറുണ്ട്, എനിക്ക് എന്റെ ആവശ്യമില്ല. ഉണ്ടെങ്കിൽ നീ കഴിക്കണ്ട. നിന്റെ പാത്രം ഒന്ന് കാണിച്ചേ ചോറുള്ള. ഇന്നലെ നിന്റെ കയ്യിൽ പാത്രം വീണത് നമ്മൾ കണ്ടായിരുന്നു. അതിൽ ചോറില്ലെന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. ഇനി നമ്മളോടൊന്നും മറിച്ച് വയ്ക്കണ്ട. നമുക്കെല്ലാം മനസ്സിലായി. ഇതുകൊണ്ടാണല്ലേ നീ ഒറ്റയ്ക്ക് കഴിക്കാൻ പോവേ നമ്മളോടൊന്നും കമ്പനിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നത്. അത് എന്റെ വീട്ടിലെ ബുദ്ധിമുട്ടൊന്നും ആരെ അറിയിക്കണ്ടെന്ന് കരുതി, അതുകൊണ്ടാ. എടി, ഇത് കഴിക്കേ. അതിനിപ്പോ എന്താ, എല്ലാവരുടെ വീട്ടിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാ. ഇപ്പൊ നമുക്ക് നിന്റെ സാഹചര്യമൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ നീ കഴിക്കേ. വിശപ്പൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ. നിന്റെ വീട്ടിൽ കഷ്ടപ്പാടാന്ന് കരുതി ഞങ്ങൾ നിന്നെ വേർതിരിച്ച് നിർത്തോ മാറ്റി നിർത്തുകയൊന്നും ചെയ്യില്ല. ഇനി മുതൽ നമ്മൾ കഴിക്കുമെങ്കിൽ നീയും കഴിക്കും, അല്ലേ ഋതു? അതെ. ഉടവാളും വടിവാളും പൊടിയമ്പും വെറുതെ പുലി പോലും